നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള 3 മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ട് 9 ദിവസങ്ങൾ പിന്നിടുന്നു. ഇതിനിടയിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സമീപനങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് നാളിതുവരെയായി യാതൊരു അറിയിപ്പുമില്ല. അതിനിടയിലാണ് നമ്മുടെ ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന മന്ത്രി, വനം വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രി ഇപ്പോൾ വന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ സർക്കാരൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെ കേരളത്തിൽ അലയടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം. ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായ ജില്ലകൾ ഒന്ന് നമുക്കറിയാം, കൊല്ലവും അതോടൊപ്പം നമ്മുടെ മുതലപ്പുഴി, പിന്നീട് വിഴിഞ്ഞം എന്നീ 3 സ്ഥലങ്ങളിൽ നിന്നാണ് 3 മത്സ്യത്തൊഴിലാളികളെ കാണാതായത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നീണ്ടകരയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ കാണാതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും ജോൺ എന്ന് പറയുന്ന ഒരാളെ വിഴിഞ്ഞത്ത് നിന്നും കാണാതായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള ആൾക്കാർ തെരച്ചിൽ നടത്തുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അതേസമയം സ്കൂബ ഡൈവേഴ്സിനെ കൊണ്ടുവന്ന് അവരുടേതായ ചെലവിലും അതല്ല അവരുടെ മത്സ്യത്തൊഴിലാളികളുടെ മേൽനോട്ടത്തിൽ തന്നെ ഈ സ്കൂബ ഡൈവേഴ്സിനെ അടക്കം കൊണ്ടുവന്ന് നടത്തുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ പൊതുവിൽ കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഈ പാവപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഉറപ്പിക്കാം, ഈ 3 മത്സ്യത്തൊഴിലാളികളും ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാര്യം ദിവസം എത്ര കഴിഞ്ഞു? 9 ദിവസം കഴിഞ്ഞു. അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഷിരൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഏകദേശം നമുക്കറിയാം എത്ര കാലമായി എന്നുള്ളത്. അവിടെ ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മണ്ണിടിച്ചിലുണ്ടാകുന്നു. ആ മണ്ണിടിച്ചിലിന് ശേഷം അവിടെ വാഹനം ഒതുക്കി ഉറങ്ങുകയായിരുന്ന അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ലോറിയുടെ മുകളിലേക്ക് ലോറിയെയും എടുത്തുകൊണ്ട് ഈ പറയുന്ന ഒരു ലാൻഡ് സ്ലൈഡിങ് മണ്ണിടിച്ചിലുണ്ടാകുകയും ആ മണ്ണിടിച്ചിലിൽപ്പെട്ട് ആ ചെറുപ്പക്കാരൻ ആ പുഴയിലേക്ക് വീഴുകയും ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടതാണ്. എന്നാൽ അവിടെ സർവ്വസന്നാഹങ്ങളും ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പുഴയിലെ ഒഴുക്കിനെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് അവിടുത്തെ മണ്ണ് നീക്കൽ അടക്കമുള്ള വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുന്ന രീതിയിൽ അവിടെ ഒരു വലിയ സർവ്വസന്നാഹങ്ങളുമായി നിന്ന് അത് നിയന്ത്രിക്കുകയും അതോടൊപ്പം അതിനുവേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും രാപ്പകൽ പണിയെടുക്കുക നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ അവിടെ നിന്നുള്ള ഒരാൾക്ക് ചോദിക്കേണ്ടി വന്നു, നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും മന്ത്രിയോ മറ്റോ ആണോ ഈ വെള്ളത്തിനടിയിലേക്ക് പോയത് എന്ന് അവിടുത്തുകാർക്ക് പോലും ചോദിക്കേണ്ടി വന്നു. അത്ര സാഹസത്തോടുകൂടി അത്രത്തോളം ഉത്തരവാദിത്വത്തോടുകൂടി അർജുനെ ശരീരം കണ്ടെത്തുന്നതുവരെ, ലോറിയും ശരീരവും കണ്ടെത്തുന്നതുവരെ ഒരേ മനസ്സോടെയും ഒരേ ആഗ്രഹത്തോടു കൂടിയും എല്ലാവരും കാത്തിരുന്നു എന്നുള്ളതാണ് അർജുനെ കണ്ടെത്താൻ വേണ്ടി. കേരളമൊട്ടുക്ക് ചർച്ച ചെയ്യപ്പെട്ടു ആ വിഷയം. കേരളമൊട്ടുക്കെന്നല്ല, ദേശീയ തലത്തിൽ പോലും അത് ചർച്ചാ വിഷയമായി വന്നു. കേരളത്തിലെ ഒരു ഡ്രൈവറിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടുകാർ അടക്കം, ഇവിടുത്തെ മാധ്യമങ്ങളടക്കം, ഇവിടുത്തെ മന്ത്രിമാരടക്കം, ഇവിടുത്തെ എല്ലാ സർവ്വസന്നാഹങ്ങളും അവിടെ പോയി സംസാരിക്കുന്നതും കർണാടക സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൻ്റെ തീരത്ത് നിന്ന് അവിടേക്ക് പോയ 3 മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിന് വേണ്ട നീക്കം, ഒരു കാര്യക്ഷമമായ നീക്കം നടത്താത്തത്? കൊല്ലം ജില്ല എന്ന് പറയുന്ന ജില്ലയിൽ 2 മന്ത്രിമാരുണ്ട്. ഒന്ന് ബിന്ദു കൃഷ്ണയും ഷിബു ബേബി ജോണും. ഈ 2 മന്ത്രിമാരുണ്ടായിട്ട് കൂടി ഈ 9 ദിവസം എന്ത് ചെയ്തു? അതാണ് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം. എന്ത് ചെയ്തു? എന്ത് തെരച്ചിലാണ് നടത്തിയത്? അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞത്തുള്ള ജോണിൻ്റെ മകൾ ജിജി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. കടപ്പുറമല്ലേ, കടപ്പുറത്തെ കാര്യം അറിയാമല്ലോ എന്നൊരു മുഖ്യമന്ത്രി വന്നിരുന്നു കൊണ്ട് പത്രസമ്മേളനത്തിൽ വിളിച്ചു ചോദിക്കുന്നതുകൊണ്ട് ക്ഷുഭിതയാവുന്ന അതുകൊണ്ടാണ്. വോട്ട് ചോദിക്കാൻ വേണ്ടി കടപ്പുറത്തേക്ക് പോകുന്നതിന് ആർക്കും യാതൊരു മടിയുമില്ല. ആ കടപ്പുറത്തെക്കുറിച്ച് എന്തിനാണ് ഇത്ര മോശമായി പ്രതികരിച്ചത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ജിജി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ട്. ചോദിച്ചുകൊണ്ടേയിരിക്കും ആ ചോദ്യം. ആ കുട്ടിയുടെ അച്ഛനൊന്ന് ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം 9 ദിവസമായി കടലിനുള്ളിൽ അവരെ ഈ 3 പേരെയും കാണാതായിട്ട്. അപ്പോൾ സ്വാഭാവികമായും അവർ ജീവനോടെ ഇല്ല എന്ന് നമുക്ക് ഊഹിക്കാം. അതിന് സൈബർ പോരാളികളായ കുറേയധികം ആൾക്കാർ ഇറങ്ങിക്കൊണ്ട് ഇവളുടെ ഇത് കാരണം ഭയന്നിട്ട് പോയും ആത്മഹത്യ ചെയ്തതാണ് എന്ന് വരെ പറയുന്ന രീതിയിൽ ഒരു സൈബർ ആക്രമണവും ഈ പെൺകുട്ടിക്കെതിരെ നടക്കുന്നു. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇവിടെ ഒരു സർക്കാരുണ്ട്. എവിടെയാണ് ആ സർക്കാർ? കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് സംസാരിച്ച് പോയതല്ലാതെ നമ്മൾ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇതിന് മുൻപോ കണ്ടിട്ടുണ്ടോ? ഒരു പത്രസമ്മേളനം നടത്തി ആ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ പോലും എതിരിടാൻ കഴിയാതെ നമ്മളുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രി മുങ്ങുന്നു. ഇപ്പോൾ ഷിബു ബേബി ജോൺ പറയുന്നു. ഷിബു ബേബി ജോണിൻ്റെ വാക്കുകൾ വളരെ കാര്യക്ഷമമായി കാണുന്നു. ഇതിനകത്ത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ വളരെ മോശമായി പെരുമാറി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്. ഈ പറയുന്ന ബന്ധുക്കളുടെ ആവശ്യം അംഗീകരിക്കപ്പെടേണ്ടതാണ് എന്നതടക്കം
ഈ പറയുന്ന ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന ഒരു മന്ത്രി ശക്തമായി വിളിച്ചു പറയുന്നിടത്താണ് ആ മന്ത്രിക്ക് പോലും അങ്ങനെ പറയേണ്ടി വരുമ്പോൾ ആ വകുപ്പ് എത്രത്തോളം അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം താഴേക്കിടയിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് പോയി എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ. ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന മന്ത്രിക്ക് വരെ പറയേണ്ടി വന്നു, മോശമായി പെരുമാറുന്നു, ആരെയും വെള്ള പൂശാൻ ശ്രമിക്കുന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദികൾ ആയവർ ആരാണ് എന്ന് കണ്ടെത്തി അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യത്തിൻ്റെ പ്രശ്നമുണ്ട്. ദിവസം എത്ര കഴിഞ്ഞു? ഈ പറയുന്ന ആൾക്കാർ കടലിൽ കാണാതായിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇതുവരെയായി ഇവരുടെ പരാതികൾ ഉയരുകയും നടു റോഡിൽ മഴ നനഞ്ഞുകൊണ്ട് ബന്ധുക്കൾക്ക് സമരം ചെയ്യേണ്ടി വരുന്ന ഗത്യന്തരമില്ലാത്ത ഒരു സമയം, ഈ സമയത്ത് ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ഈ 9 ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നോ നടപടി സ്വീകരിക്കാൻ, അതായത് ബന്ധപ്പെട്ട അലംഭാവം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ? അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുള്ളത്. എവിടെയായിരുന്നു ഈ സംവിധാനം? ഈ പറയുന്ന ആളുകളെല്ലാം ഇവിടുത്തെ കൊടുത്ത കാലാവസ്ഥാ നിയന്ത്രണ മുന്നറിയിപ്പ് അല്ലെങ്കിൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് തെറ്റിച്ചു എന്നതടക്കമുള്ള വ്യാജ ആരോപണങ്ങളുമായി അവരുടെ ഈ മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചത്തേക്ക് കയറാൻ ചെല്ലേണ്ട ആവശ്യം എന്താണ്? അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, കടപ്പുറത്തേക്ക് ചെന്നാലുള്ള അവസ്ഥ എന്ന് പോലും മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിച്ചത് എന്താണ്? എന്ത് കാരണമാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത്? അങ്ങനെ ഒരു മുഖ്യമന്ത്രി പറയാൻ പാടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജനപ്രതിനിധി അങ്ങനെ പറയാൻ പാടുണ്ടോ? ഈ പറയുന്ന മത്സ്യത്തൊഴിലാളികളെ അടക്കമുള്ള വോട്ടുകൾ നേടിക്കൊണ്ടല്ലേ എല്ലാവരും ജനപ്രതിനിധികളായത്? വിൻസെൻ്റ് അടക്കമുള്ളവർ വിഴിഞ്ഞത്ത് നിന്ന് മന്ത്രിയായത് അങ്ങനെയല്ലേ? അപ്പം അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത്. കൃത്യമായി ഒരു പരാതി ഉയരുമ്പോൾ അല്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമല്ലേ? ശിരൂരിൽ നമ്മൾ കാണിച്ച ഉത്സാഹം എന്തേ ഇത്രയും നാളായി 9 ദിവസമായിട്ട് നമ്മൾ നമ്മുടെ കടപ്പുറത്ത് കാണിക്കാത്തത്? നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മളുടെ ഒരു പ്രശ്നം കിടക്കുന്നത്. നമ്മുടെ നാട്ടുകാരുടെ വിലയില്ലല്ലോ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഷൈൻ ചെയ്യാം. കാരണം എന്താ? എൻ്റെ ക്രെഡിറ്റിലാണ് അല്ലേ? ശിരൂരിലാവുമ്പോൾ അങ്ങ് അന്യ സംസ്ഥാനവുമായി ഇടപെടുകയും കർണാടക സംസ്ഥാനവുമായി ഇടപെടുകയും അത് ഞങ്ങളുടെ ക്രെഡിറ്റ് കൊണ്ടാണ് ഞങ്ങൾക്ക് അർജുനെ വീണ്ടെടുക്കാൻ വേണ്ടി അത്രയും സാഹസപ്പെട്ട് അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും ഉണർത്തി പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഞങ്ങളുടെ ക്രെഡിറ്റിലേക്ക് എടുക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ചെയ്ത ഒരു വലിയ ചതി അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ചെയ്ത ഒരു നടപടിയാണ്. ഇവിടെ ഇനി ഇവർക്ക് ആവശ്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് വോട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി 5 വർഷത്തേക്ക് കേരളത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും, ഏതൊരു മനുഷ്യന് ഇനി എന്ത് സംഭവിച്ചാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പവുമില്ല, ഒരു ചുക്ക് സംഭവിക്കാനില്ല. കാരണം വരുന്ന 5 വർഷത്തേക്ക് കേരളം അവരുടെ അധികാരപരിധിയിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് സംഭവിച്ചാലെന്ത്? ഇനി ജനങ്ങൾ കഷ്ടപ്പെട്ടാലെന്ത്? കഞ്ഞി കുടിച്ചാലെന്ത്? കടലിൽ കാണാതായാലെന്ത്? മണ്ണിടിഞ്ഞ് വീണ് ഉരുളെടുത്ത് അതിൽ ഒഴുകിപ്പോയാലെന്ത്? ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർക്ക് ധൈര്യമായി ഇനി കൈ കഴുകി സ്വസ്ഥമായി വീട്ടിലിരുന്നോ, അല്ലെങ്കിൽ പൊന്നാനിയിലെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയിട്ടോ, ഇനി അതല്ല ദേശത്തെ വീട്ടിലിരുന്നോ കഞ്ഞി കുടിക്കാം, അല്ലെങ്കിൽ മിഷ്ടാന്ന ഭോജനവും കഴിക്കാം. കഷ്ടപ്പെടുന്നവൻ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും.